ഹരിതം. ഭൂമിയെ കാക്കാൻ തോളിൽ മാറാപ്പ് പേറുന്നവർ. സംസാരിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായ ഷറഫുദ്ദീൻ കാളികാവ്. പുലർച്ചെ സൂര്യൻ പൂർണ്ണമായി ഉയരുന്നതിനു മുമ്പേ, നമ്മൾ ഉറക്കമുണരുന്നതിനു മുമ്പേ, ചില മനുഷ്യർ തങ്ങളുടെ തോളിൽ ഒരു മാറാപ്പ് ചുമന്ന് നിശബ്ദമായി പടിയിറങ്ങുന്നു. അവർ പ്രസംഗിക്കുന്നില്ല, പോസ്റ്ററുകൾ പിടിക്കുന്നില്ല, പരിസ്ഥിതി ദിനത്തിൽ മാത്രം ഓർമ്മിക്കപ്പെടുന്നവരുമല്ല. അവർ ആക്രിപെറുക്കൽക്കാരും അവരോട് ചേർന്ന് നാടിന്റെ മാലിന്യഭാരം ഏറ്റെടുക്കുന്ന ആക്രി കച്ചവടക്കാരുമാണ്. ഒരു ചായക്കടക്ക് മുന്നിൽ വീണുകിടക്കുന്ന കുപ്പി, റോഡരികിലെ പൊടിക്കിടയിൽ മറഞ്ഞു കിടക്കുന്ന ഇരുമ്പു തുണ്ട്, വീടിനു മുന്നിൽ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് ബോട്ടിൽ, ഇവയൊക്കെ കണ്ടിട്ടും നാം കാണാത്തതുപോലെ കടന്നുപോകുമ്പോൾ അവർ അത് കുനിഞ്ഞെടുത്ത് മാറാപ്പിലേക്കിടുന്നു. ഭൂമിയുടെ മുറിവുകളാണ് അവർ അന്നേരം സുഖപ്പെടുത്തുന്നത്. നമ്മൾ മാലിന്യം എന്ന് വിളിക്കുന്നതിൽ അവർ വീണ്ടും ഉപയോഗിക്കാവുന്ന ജീവൻ കാണുന്നു. പ്ലാസ്റ്റിക്, ഗ്ലാസ്, ഇരുമ്പ്, പേപ്പർ മണ്ണിനെ മുറിപ്പെടുത്തുന്നതിനു മുമ്പ് അവർ അതിനെ തിരികെ മനുഷ്യരിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ഭൂമിയുടെ സന്തുലനാവസ്ഥ തിരിച്ചുപിടിക്കാൻ നാം ഓരോരുത്തർക്കും ഒരു ആക്രിക്കാരന്റെ മനോഭാവം വേണം. നാമായിട്ട് ഭൂമിയുടെ ഞരമ്പുകൾ മുറിക്കില്ല, അഥവാ ഭൂമിക്ക് പരിക്കേൽപ്പിക്കില്ല എന്ന ചിന്ത വളർത്തിയെടുക്കണം, പ്രതിജ്ഞയെടുക്കണം. മാലിന്യങ്ങൾ കാണുമ്പോൾ അറിയാതെ നമ്മുടെ മുഖം ചുളിയുന്നു. തിരിച്ച് വൃത്തിയുള്ള പാതയോരങ്ങളും പാർക്കുകളും അങ്ങാടികളും ഫോട്ടോയിൽ കാണുകയാണെങ്കിൽ പോലും നമ്മുടെ മുഖം പ്രകാശിക്കുന്നു. നമ്മുടെ നാട് പ്രകാശിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സുകൾ പ്രകാശിതമാകണം. യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെ വൃത്തിയും വെടിപ്പുമുള്ള രാജ്യം നാം വ്യഥാസ്വപ്നം കാണുന്നതിന് പകരം, നിരന്തരം സ്വയം കുറ്റപ്പെടുത്തുന്നതിന് പകരം മാറുക. ഹരിതാപമായ ചിരിച്ചു നിൽക്കുന്ന ഭൂമിയെ തിരിച്ചുപിടിക്കാൻ നാം ഓരോരുത്തരും ഓരോ ആക്രിക്കാരനാവുക. ആക്രി പെറുക്കുന്നവന്റെ പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്തുക. ഭൂമിയെ കാക്കാൻ തോളിൽ മാറാപ്പ് പേറുന്നവർ. ഇതുവരെ സംസാരിച്ചത് പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായ ഷറഫുദ്ദീൻ കാളികാവ്. ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9605882334. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9605882334.